പശ്ചിമേഷ്യയെ ചോരയിൽ മുക്കി ഇസ്രായേലിന്റെ അപ്രമാദിത്വം സ്ഥാപിക്കാനായി അമേരിക്ക മെനഞ്ഞെടുത്ത യുദ്ധതന്ത്രങ്ങൾ ഒടുവിൽ വൈറ്റ് ഹൗസിന് തന്നെ തിരിച്ചടിയായിരിക്കുകയാണിപ്പോൾ. കഴിഞ്ഞ മാസം തുടങ്ങിയ ഈ അനാവശ്യ യുദ്ധം ഓരോ ദിവസവും ബില്യൺ കണക്കിന് ഡോളറുകൾ അമേരിക്കൻ ഖജനാവിൽ നിന്ന് ചോർത്തിക്കൊണ്ടിരിക്കുമ്പോൾ പ്രസിഡന്റ് ട്രംപ് സ്വന്തം നാട്ടിലും അന്താരാഷ്ട്ര തലത്തിലും ഒരുപോലെ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് മറ്റൊരു കാര്യം. ഹോർമുസ് കടലിടുക്കിൽ ആധിപത്യം സ്ഥാപിച്ച് ഇറാന്റെ നട്ടല്ലൊടിക്കാമെന്ന മോഹവുമായി ഇറങ്ങി പുറപ്പെട്ട അമേരിക്കയ്ക്ക് സ്വന്തം സഖ്യകക്ഷികളായ നാറ്റോയിൽ നിന്നും യൂറോപ്യൻ യൂണിയനിൽ നിന്നും നേരിടേണ്ടി വന്നത് കടുത്ത അവജ്ഞത തന്നെയാണ്. ലോകം മുഴുവൻ അമേരിക്കയുടെ സ്വാർത്ഥതയെ വെറുത്തു തുടങ്ങിയതോടെ തന്റെ തകർന്ന പ്രതിച്ഛായ കാക്കാൻ യുദ്ധം അവസാനിപ്പിക്കുകയല്ലാതെ ട്രംപിന്റെ മുന്നിൽ മറ്റു വഴികളൊന്നും ഇല്ലാതായിരിക്കുന്നു. ഇറാൻ പെട്ടെന്ന് മുട്ടുമടക്കുമെന്ന് കരുതി യുദ്ധത്തിന് തിരികൊളുത്തിയവർക്ക് തെറ്റിപ്പോയി. ഭീഷണികൾക്ക് മുന്നിൽ പതറാതെ സ്വന്തം പരമാധികാരത്തിന് വേണ്ടി ഉറച്ചു നിന്ന ഇറാൻ ലോകത്തിന് കാട്ടിക്കൊടുത്തത് അതിജീവനത്തിന്റെ പുതിയൊരു പാഠമായിരുന്നു. അമേരിക്ക യുദ്ധം അവസാനിപ്പിക്കാൻ മുൻകൈ എടുക്കേണ്ടി വരുന്ന ഈ സാഹചര്യം ഇറാന്റെ ധാർമ്മികവും രാഷ്ട്രീയവുമായ വിജയം തന്നെയാണ് വിളിച്ചോതുന്നത്. തോൽവി സമ്മതിക്കാതെ വമ്പൻ അവകാശവാദങ്ങൾ ഉന്നയിച്ച് പിൻവാങ്ങാൻ ശ്രമിക്കുന്ന അമേരിക്കൻ ഭരണകൂടത്തിന് മുന്നിൽ തല ഉയർത്തി നിൽക്കുന്ന ഇറാന്റെ ചിത്രം സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളിലെ ഉജ്ജ്വലമായ അധ്യായം തന്നെ. വൻ ശക്തികൾക്ക് മുന്നിൽ ആയുധബലം മാത്രമല്ല, മറിച്ച് നീതിയിൽ അധിഷ്ഠിതമായ ആത്മവീര്യമാണ് വിജയിക്കുക എന്ന് ഇറാൻ വീണ്ടും തെളിയിച്ചിരിക്കുന്നു. അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ ധാർഷ്ട്യത്തിന് മുന്നിൽ ഒരു ജനതയുടെ ആത്മവീര്യം എങ്ങനെ വിജയിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇറാൻ US സംഘർഷത്തിന്റെ പുതിയ അധ്യായങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്ക ഇറാനെ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാനും ഉപരോധങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടിക്കാനും ശ്രമിച്ചപ്പോൾ പതറാത്ത നിലപാടുകളുമായാണ് ആ ഇസ്ലാമിക റിപ്പബ്ലിക് പൊരുതി നിന്നത്. നഷ്ടം ഒരുപാട് ഇറാന് സംഭവിച്ചു. എന്നാലും അവർ കീഴടങ്ങാൻ തയ്യാറായില്ല. ഡൊണാൾഡ് ട്രംപ് ഒടുവിൽ യുദ്ധത്തിൽ നിന്ന് പിന്മാറുമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ അത് കേവലം ഒരു തന്ത്രപരമായ പിന്മാറ്റമല്ല, മറിച്ച് ഇറാന്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ ഏറ്റുവാങ്ങിയ വലിയൊരു രാഷ്ട്രീയ തോൽവിയാണെന്ന് കൃത്യമായി തന്നെ പറയട്ടെ. ഇറാനെ തകർത്ത് കഴിഞ്ഞു എന്നും ഇനി സമാധാനമാകാമെന്നും ട്രംപ് അവകാശപ്പെടുന്നത് തന്റെ പരാജയം മറച്ചുവെക്കാനുള്ള പാഴ്ശ്രമം മാത്രമാണ്. ലോകം കാണുന്നത് സൈനിക നീക്കങ്ങളെ തങ്ങളുടെ ഇച്ഛാശക്തി കൊണ്ട് നേരിട്ട ഒരു രാജ്യത്തെ തന്നെയാണ് എന്ന് കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കണം. ഇറാൻ ഒരിക്കലും ഒരു യുദ്ധത്തിന് തുടക്കമിടാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്ന് അവരുടെ ഓരോ നിലപാടും വ്യക്തമാക്കുന്നുണ്ട്. ഒരു വശത്ത് അമേരിക്കൻ ഭരണകൂടം ഭീഷണി മുഴക്കുമ്പോഴും അമേരിക്കയിലെ സാധാരണ ജനങ്ങളോട് തങ്ങൾക്ക് യാതൊരു പരിഭവമില്ലെന്ന് പ്രഖ്യാപിക്കാൻ കാണിച്ച ഇറാന്റെ മനസ്സ് അഭിനന്ദനാർഹമാണ്. തങ്ങളുടെ ശത്രു സാധാരണ ജനങ്ങളല്ല, മറിച്ച് അന്യായമായി കടന്നാക്രമണം നടത്തുന്ന സാമ്രാജ്യത്വ നയങ്ങളാണെന്ന് അവർ ലോകത്തോട് മുഴുവൻ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു. യുദ്ധം തുടങ്ങിവെച്ചത് അമേരിക്കയാണെന്നും അതിന്റെ പ്രത്യാഘാതങ്ങൾ ലോകം നേരിടേണ്ടി വരുമെന്നും ഇറാൻ ആവർത്തിച്ച് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. സ്വന്തം രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാൻ അവർ കാണിച്ച ധീരത സമാനതകളില്ലാത്തതാണ് എന്ന് ലോകം മുഴുവൻ മനസ്സിലാക്കി. പതിറ്റാണ്ടുകളായി തുടരുന്ന ക്രൂരമായ സാമ്പത്തിക ഉപരോധങ്ങളെ അതിജീവിച്ചാണ് ഇറാൻ ഇന്നും തല ഉയർത്തി പശ്ചിമേഷ്യയിൽ നിൽക്കുന്നത്. ഒരു രാജ്യത്തെ പട്ടിണിക്കിട്ടും ഒറ്റപ്പെടുത്തിയും കീഴ്പ്പെടുത്താമെന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ വ്യാമോഹങ്ങൾ ഇറാൻ തകർത്തെറിഞ്ഞു. ശാസ്ത്രരംഗത്തും പ്രതിരോധ രംഗത്തും അവർ കൈവരിച്ച സ്വയം പര്യാപ്തത ഏതൊരു രാജ്യത്തെയും അമ്പരപ്പിക്കുന്നതാണ്. അമേരിക്ക പോലുള്ള ഒരു വൻ ശക്തിയോട് നേരിട്ട് കണ്ണിൽ നോക്കി സംസാരിക്കാൻ അവർക്ക് സാധിക്കുന്നത് അവരുടെ ജനതയുടെ ഐക്യവും ഭരണകൂടത്തോടുള്ള വിശ്വാസവും കൊണ്ട് തന്നെ. ഈ പോരാട്ടത്തിലെ വിജയിയെ തീരുമാനിക്കുന്നത് ആയുധങ്ങളുടെ എണ്ണമല്ല, മറിച്ച് ഒരു ജനതയുടെ പതറാത്ത വിശ്വാസമാണ്. ഇറാന്റെ ഈ വിജയം ലോകമെമ്പാടുമുള്ള അടിച്ചമർത്തപ്പെട്ട രാജ്യങ്ങൾക്ക് നൽകുന്ന സന്ദേശം വളരെ വളരെ വലുതാണ്. നീതിയുടെ പക്ഷത്ത് നിൽക്കുന്നവർക്ക് മുന്നിൽ സാമ്രാജ്യത്വ ശക്തികൾക്ക് എന്നെങ്കിലും ഒരിക്കൽ പത്തി മടങ്ങേണ്ടി വരുമെന്ന ചരിത്ര സത്യമാണ് ഇവിടെയും ആവർത്തിക്കപ്പെടുന്നത്. അമേരിക്കയുടെ പിന്മാറ്റം ഇറാന്റെ ധീരതയ്ക്കുള്ള ലോകത്തിന്റെ അംഗീകാരമായി തന്നെ നമുക്ക് കണക്കാക്കാവുന്നതാണ്. എന്തായാലും പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ അമേരിക്ക വിജയം വരിച്ചെന്നും ഇറാന്റെ സൈനിക ശേഷി തകർത്തെന്നും അവകാശപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനോടകം തന്നെ വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇറാന്റെ വ്യോമസേനയും നാവികസേനയും പൂർണ്ണമായും ഇല്ലാതായെന്നും
ലോകത്തെ ഏറ്റവും കരുത്തുറ്റ സൈന്യം അമേരിക്കയാണെന്നും ഒരിക്കൽ കൂടി തെളിഞ്ഞുവെന്നും ട്രംപ് പറഞ്ഞു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ പല സംവിധാനങ്ങളും തരിപ്പണമായെന്നാണ് ട്രംപിന്റെ അവകാശവാദം. അമേരിക്ക ലക്ഷ്യമിട്ടത് ഇറാനിലെ ഭരണകൂട മാറ്റമായിരുന്നില്ല എങ്കിലും സ്വാഭാവികമായി അത് സംഭവിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇറാന്റെ ഭാഗത്തുനിന്ന് ഇനി എന്ത് നീക്കമുണ്ടായാലും അമേരിക്ക ഉടൻ അറിയുമെന്നും അത് തകർക്കാനുള്ള ശേഷി തങ്ങൾക്കുണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പും നൽകി. ഇറാൻ ഇനി മിഡിൽ ഈസ്റ്റിന് ഒരു ഭീഷണിയല്ല എന്നും ആ ഭീഷണി പൂർണ്ണമായും ഒഴിഞ്ഞെന്നും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിനെ കുറിച്ചും ട്രംപ് നിർണായകമായ പരാമർശം നടത്തി. ഹോർമുസ് കടലിടുക്ക് ആവശ്യമുള്ള രാജ്യങ്ങൾ അതിന്റെ സംരക്ഷണത്തിനായി മുന്നിട്ടിറങ്ങണമെന്നാണ് ട്രംപിന്റെ വാദം. അതിന് തയ്യാറല്ലാത്ത പക്ഷം രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങാൻ തയ്യാറാകണം. അതല്ലെങ്കിൽ ഹോർമുസ് സ്വാഭാവികമായി തുറക്കപ്പെടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കയുടെ വിജയം ആഘോഷിക്കുമ്പോഴും പശ്ചിമേഷ്യയിൽ യുദ്ധം എന്ന് അവസാനിപ്പിക്കുമെന്ന കാര്യത്തിൽ ട്രംപ് വ്യക്തമായ സൂചനകൾ ഒന്നും നൽകിയിട്ടില്ല. അമേരിക്കയാണ് ജയിച്ചത് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളിലും അതിന്റെ തിരക്കിലും തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അടിച്ചമർത്തുന്നവന്റെ ആയുധബലത്തേക്കാൾ വലുതാണ് അടിച്ചമർത്തപ്പെടുന്നവന്റെ ആത്മബലമെന്ന് വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് ലോകം മുഴുവൻ തിരിച്ചറിഞ്ഞു. കഴിഞ്ഞ മാസം 28-ന് അമേരിക്ക ഏകപക്ഷീയമായി അഴിച്ചുവിട്ട ഈ യുദ്ധം വെറും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വൈറ്റ് ഹൗസിന് വലിയൊരു ബാധ്യതയായി മാറിയിട്ടുണ്ട് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഓരോ ദിവസവും ബില്യൺ കണക്കിന് ഡോളറുകൾ യുദ്ധത്തിനായി ഒഴുക്കുമ്പോൾ അമേരിക്കയുടെ ആഭ്യന്തര സാമ്പത്തിക ഭദ്രത തകരുകയും രാജ്യാന്തര തലത്തിൽ അവർ ഒറ്റപ്പെടുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ലോക പോലീസ് ചമയാൻ ഇറങ്ങി പുറപ്പെട്ട ഡൊണാൾഡ് ട്രംപിന് സ്വന്തം നാട്ടിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും നേരിടേണ്ടി വന്നത് കടുത്ത പ്രതിഷേധം തന്നെയാണ്. സമാധാനകാംക്ഷിയായ ഇറാനെ തകർക്കാൻ അമേരിക്ക കാണിച്ച തിടുക്കം സത്യത്തിൽ അവരുടെ തന്നെ പതനത്തിന്റെ തുടക്കമായി മാറിയിരിക്കുന്നു. ഹോർമുസ് കടലിടുക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് അമേരിക്ക നടത്തിയ കരുനീക്കങ്ങൾ ഇറാന്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്ന് കൃത്യമായിട്ട് എല്ലാവരും തിരിച്ചറിഞ്ഞു. തന്ത്രപ്രധാനമായ ഈ മേഖല കൈക്കലാക്കിയാൽ ഇറാന്റെ നട്ടലൊടിക്കാമെന്ന ട്രംപിന്റെ മോഹം വെറുതെയായി പോയി. അമേരിക്കയുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി ലോകത്തെ മറ്റൊരു യുദ്ധത്തിലേക്ക് തള്ളിവിടാൻ നാറ്റോ സഖ്യകക്ഷികളോ അതുപോലെ യൂറോപ്യൻ യൂണിയനോ തയ്യാറായില്ല എന്നത് ഏറെ ശ്രദ്ധേയമാണ്. അത് ഇവിടെ എടുത്തു പറയുകയും വേണം. അമേരിക്കയുടെ യുദ്ധക്കൊതിയെ പിന്തുണയ്ക്കാൻ ആരുമില്ലാത്ത അവസ്ഥ വന്നതോടെ ലോകക്രമം അമേരിക്കയ്ക്ക് വിരുദ്ധമായി ചിന്തിച്ചു തുടങ്ങിയെന്ന സത്യമാണ് വെളിപ്പെട്ടത്. തന്റെ രാഷ്ട്രീയ പരാജയം മറച്ചുവെക്കാൻ ഇറാന്റെ നേതൃനിരയെ വധിച്ചു എന്ന് വീമ്പ് പറഞ്ഞ് യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നത് ട്രംപിന്റെ ഗതികേട് തന്നെയാണ് കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടത് അമേരിക്കയല്ല, മറിച്ച് ഇറാൻ തന്നെയാണ്. കാരണം സമാധാനത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന ഇറാൻ മാത്രമാണ് യഥാർത്ഥ മാനവികത ഉയർത്തിപ്പിടിച്ചത്, അതും ഈ ഘോര യുദ്ധത്തിൽ. അമേരിക്കൻ സൈന്യം അനാവശ്യമായി പ്രകോപനം സൃഷ്ടിച്ചപ്പോഴും പ്രതിരോധത്തിന്റെ അതിരുകൾ ലംഘിക്കാതെ സ്വന്തം മണ്ണും ജനതയെയും കാത്തു സൂക്ഷിക്കാൻ ഇറാന് സാധിച്ചു. ഒരു രാജ്യത്തെ ഒന്നടങ്കം ഇല്ലാതാക്കാൻ ശ്രമിച്ച അമേരിക്കൻ ധാർഷ്ട്യത്തിന് കിട്ടിയ തിരിച്ചടി തന്നെയായിരുന്നു ഇത്. പശ്ചിമേഷ്യയിൽ വീണ്ടും ചോരപ്പുഴ ഒഴുക്കാൻ ശ്രമിച്ച അമേരിക്കൻ സാമ്രാജ്യത്തെ നിലയ്ക്ക് നിർത്താൻ ഇറാന്റെ ഉറച്ച നിലപാടുകൾക്ക് സാധിച്ചു എന്നതും ഇറാന്റെ കഴിവ് തന്നെയാണ്. ആയുധങ്ങൾ കൊണ്ട് ലോകത്തെ കീഴടക്കാമെന്ന് വിശ്വസിക്കുന്ന ട്രംപിന് അജയ്യമായ ജനകീയ ബോധത്തിന് മുന്നിൽ തോൽവി സമ്മതിച്ച് പിന്തിരിയേണ്ടി വന്നിരിക്കുകയാണിപ്പോൾ. ഇത് ഇറാന്റെ മാത്രം വിജയമായി കാണരുത്, മറിച്ച് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളിൽ വിശ്വസിക്കുന്ന ലോകത്തെ ഓരോ മനുഷ്യന്റെയും വിജയമാണ്. അമേരിക്കയുടെ സ്വാർത്ഥതയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാത്ത ഇറാന്റെ ധീരത ചരിത്രത്തിൽ സമാനതകളില്ലാത്ത പോരാട്ടമായി രേഖപ്പെടുത്തുക തന്നെ ചെയ്യും.